ഡാം എന്ന് പറയുന്ന സാധനം എത്രത്തോളം ഡേഞ്ചർ ആണ്, അത് എത്ര പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, 6 ജില്ലകളെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 6 ജില്ലകളെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കേരളത്തിന്റെ ഓൾമോസ്റ്റ് 50%. ഈ പറഞ്ഞ കേരളത്തിൽ പൊട്ടാൻ ചാൻസ് ഉള്ള ഡാം മുല്ലപ്പെരിയാർ മാത്രമല്ല. ഈ റസൽ ജോയ് പറയുന്നത് ഇയാൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. നമ്മൾ ഈ ഡാം അപകടങ്ങൾ നടന്ന ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിയൊന്നും പഴയ ഡാമുകളൊന്നും അല്ല. ചൈനയിലെ ഒരു ഡാം 1975 അത് ഇതേപോലെ ഇതേ രീതിയിൽ ഉണ്ടാക്കിയൊരു ഡാമാണ്. ആ ടൈമിലാണ് മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ ഒന്നും കൂടി ഒന്ന് സീരിയസ് ആയത്. അമേരിക്ക ഹിരോഷിമ നഗാസാക്കിയില് അണുബോംബ് ഇട്ടതിനെക്കാട്ടിലും 150 ഇരട്ടി പവറിലേക്ക് ഈ വെള്ളം അടിക്കാൻ. സീ ലെവലിനെക്കാട്ടിലും 850 or 830 മീറ്റർ മേലെയാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ലൈക്ക് ഒരു 830 മീറ്റർ മേലെ ഒരു ബോംബ് കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ് താഴേക്ക്. ദൈവവിശ്വാസികളല്ലാത്തവർ പോലും ദൈവത്തിനെ വിളിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഈ സാധനം ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് 40 മിനിറ്റ്സിൽ താഴെ ഇപ്പുറത്തെ ഡാമിലെത്തും. അതെല്ലാം കൂടെ പൊട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ അറബിക്കടലിൽ കിടക്കും. തീർന്നു, കഴിഞ്ഞു. ഈ ന്യൂസ് നമ്മൾ അറിയത്തോളില്ല. എഞ്ചിനീയർ ദൈവമാണ് ഇത് പിടിച്ചിർത്തിക്കുന്നത്. സെൻട്രൽ ന്യൂസ് മീഡിയ ഓർ ഇന്റർനാഷണൽ മീഡിയ വഴിയായിരിക്കും മലയാളികൾ ഈ വാർത്ത അറിയാം. മലയാളികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ, മാതൃഭൂമി ഇവരൊന്നും കാണത്തില്ല. ഇവരുടെ റിപ്പോർട്ടർമാർ പോലും കാണത്തില്ല. ഇവരുടെ മീഡിയ എഡിറ്റർമാർ ഇവരെല്ലാം അറബിക്കടലിൽ പോയി കഴിഞ്ഞു. നികേഷ് കുമാറൊക്കെ കടലിലായിരിക്കും ചിലപ്പോൾ. ഗാസയിലെ സംഭവങ്ങൾ, അവിടെ ആരൊക്കെ മരിച്ചതെന്ന്, കുട്ടികൾ ഏതൊക്കെ കുട്ടികളാണ് മരിച്ചതെന്ന് പോലൊരു ഡോക്യുമെന്റ് പോലും ഇല്ലാതെ മരിച്ച കുട്ടികളുണ്ട്. അതുപോലെ ആയിരിക്കും ഇപ്പൊ ഡാം പൊട്ടി കഴിഞ്ഞാൽ ആരാണ് പോയത്, ആരെന്താണ്, ആര് മരിച്ചു.